ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസിയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ ചാനലിൽ വരുന്നത് വിസ ഫ്രീ ജോബുകളാണ്. അതായത് ജോബ് വിസകൾക്ക് 2 ലക്ഷത്തോളം രൂപ വിലയുള്ള ജോബ് വിസകൾ എല്ലാം കമ്പനി തന്നെ ആ ചാർജെല്ലാം എടുത്തിട്ട് നമുക്ക് ജോബ് കിട്ടുന്ന ജോബ് വിസകളാണ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ വഴി അറിയിക്കാറുള്ളത്. ഇന്ന് വന്നൊരു പ്രത്യേകമായിട്ടുള്ളൊരു കമൻറ്റിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഓൺ വിസ എന്നുള്ളത് പറയുവാനായിട്ട്. അപ്പോൾ ഓൺ വിസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ വിസകളുണ്ടല്ലോ. അതായത് ഫ്രീ വിസ എന്ന് പറയുമ്പോൾ വിസ ഫ്രീ ആയിട്ടുള്ളതല്ല, അല്ലാതെ നമ്മൾ കാശ് കൊടുത്ത് നമ്മൾ വിസ മേടിക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് ഈ ഓൺ വിസ, ഫ്രീലാൻസ് വിസ എന്ന് പറയുന്ന വിസ. അത് ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്കൊക്കെ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇതേപോലെ ഫ്രീ വിസ കൊടുക്കുന്നുണ്ട്. അത് വളരെ ചാർജ് കുറഞ്ഞിട്ട് 5000 ചില്ലറ ദിർഹംസ് മുതൽ 6000 ചില്ലറ ദിർഹംസ് വരെയൊക്കെ കാണിച്ചിട്ടുള്ള ഫ്രീ വിസകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഫ്രീ വിസയ്ക്കുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അപ്പോൾ ഇവർ ഒരു കമ്പനി ആയിരിക്കും കുറേ ആളുകൾക്ക് വിസ കൊടുക്കുന്നത്, ഇതേപോലെ ഫ്രീ വിസകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ കമ്പനി കൂടുതൽ ആളുകളിൽ നിന്ന്, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഇതേപോലെ വിസ കൊടുത്തതിന് ശേഷം ഇവിടുത്തെ ബാങ്കുകളിൽ നിന്ന് കൂടുതലായിട്ട് ലോൺ എടുക്കും. ഇത്ര ആളുകൾക്ക് നമ്മൾ വിസ കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ലോൺ എടുക്കുകയും എന്നിട്ട് ആ പൈസ കൊണ്ട് ഇവരോട് നാട് വിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഓൺ വിസകൾ ഞാൻ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാത്തത്. കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജോബ് നേടുക എന്നുള്ളത് മാത്രമാണ്. അതും പൈസ കൊടുക്കാതെ ജോബ് മാക്സിമം ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കണ്ടെത്തി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അത് നമ്മുടെ ഇവിടുത്തെ ബന്ധങ്ങൾ വെച്ച് മാത്രമാണ്. അതായത് നമ്മുടെ ഇവിടുത്തെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട് അവരും, അതേപോലെ നമ്മുടെയൊക്കെ ഇവിടെയൊക്കെ ഉള്ള ഒരുപാട് ഗ്രൂപ്പുകളിലൊക്കെ വരുന്ന ജോബ് വേക്കൻസികളാണ് ഞാൻ എന്ത് ചെയ്യുന്നത് നമ്മുടെ ചാനൽ വഴി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് ഇവിടെ ജോബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ചുരുങ്ങിയത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഗൾഫ് രാജ്യങ്ങളിലെ ജോബ് എന്ന് പറയുമ്പോൾ കൂടുതലും 10 മണിക്കൂറിൽ കൂടുതൽ ജോലി ഉണ്ടാവും. എനിക്കിവിടെ 12 മണിക്കൂർ ജോലിയുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കിട്ടുന്ന ചെറിയൊരു ഫ്രീ ടൈമിലാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം, അതേപോലെ തന്നെ ഒരാൾക്കൊരു സഹായം എന്നുള്ള രീതിയിൽ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ജോബ് വിസയ്ക്ക് നിങ്ങൾ ഓൺ വിസയ്ക്കായിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ കൊടുക്കുന്ന പൈസ നമ്മൾ കൊടുത്ത് നമുക്ക് വിസ കിട്ടും. വിസ കിട്ടില്ല എന്ന് ഒരിക്കലും പറയാം, വിസ കിട്ടും. പക്ഷേ ആ കമ്പനി നിലവിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വിസ റിന്യൂ ചെയ്യാനൊന്നും പറ്റില്ല. അതായത് ആ കമ്പനിയുടെ പേരിൽ എന്തെങ്കിലും കേസുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഓണർമാർ ഇവിടെ ഇല്ലെങ്കിൽ അത്രയും ആ കമ്പനിയിൽ ആരൊക്കെ ഉണ്ടോ ഇവിടെ വിസ എടുത്തിട്ടുള്ളത് അവരൊക്കെ ഇവിടെ കുടുങ്ങി കിടക്കും. അവർക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് മറ്റു കാര്യങ്ങൾ വിസ ഒന്ന് റിന്യൂ ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു പ്രോസസ്സിങ് നടക്കില്ല. നമുക്കൊരു സ്ഥാപനത്തിൽ നിന്ന് മറ്റു സ്ഥാപനത്തിലേക്ക് ജോലിക്ക് മാറണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവരുടെ വർക്ക് പെർമിറ്റുകൾ കാര്യങ്ങളൊക്കെ വേണം. അതൊന്നും നമുക്ക് പിന്നീട് കിട്ടുകയില്ല. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഓൺ വിസ എന്ന് പറയുന്നത് ഇതാണ്. പക്ഷെ അത് ഞാൻ എല്ലാ കമ്പനികളും അങ്ങനെയാണെന്നല്ല പറയുന്നത്. എന്നാലും ഒരു 100ൽ ഒരു 2 കമ്പനി അങ്ങനെ ആയാൽ ആ 2 കമ്പനിയിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം അങ്ങനെ കഷ്ടത്തിലാവില്ലേ? അതൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരിയല്ല. അതേപോലെ പലരും ചോദിക്കുന്നുണ്ട്, വിസിറ്റ് വിസയിൽ ഇവിടെ വന്നിട്ട് കുടുങ്ങി നിൽക്കുവാണ്, ജോലി കണ്ടെത്തി തരണം എത്രയും പെട്ടെന്ന്. പക്ഷെ നമ്മുടെ അടുത്തുള്ള ജോബ് വേക്കൻസികളല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മാക്സിമം നമ്മുടെ ചാനലുകളിൽ വരുന്ന ജോബ് വേക്കൻസികൾ, ഇപ്പോൾ ഏത് ചാനലിലാണെങ്കിലും നിങ്ങളോട് പറയുവാണ്, നിങ്ങൾ വിസിറ്റിംഗ് വിസയിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജോലി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. അവരോട് ചോദിച്ചു നോക്കുക. ഒരു ഫോൺ ഇൻ്റർവ്യൂ ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഒരു ജോലിയുടെ ഒരു എഫിഷ്യൻസി അവർക്ക് മനസ്സിലാക്കി അവരതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വേക്കൻസി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിസിറ്റിംഗ് വിസയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ജോലി അവർ ഉറപ്പാക്കി തരുമോ എന്നുള്ള ചോദിച്ചിട്ട് നിങ്ങൾ വിസിറ്റിംഗ് വിസയിൽ വരാവുള്ളൂ. പെട്ടെന്ന് നമുക്ക് ജോബ് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളതുകൊണ്ടാണ് വേക്കൻസികൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇട്ട് തരുന്നത്. അതിലേക്ക് നിങ്ങൾ CV അയച്ചു കൊടുക്കുക. നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് കാണിക്കുന്ന വേക്കൻസികൾ നിങ്ങൾ CV അയച്ചു കൊടുക്കുക. അവർ റിപ്ലൈക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. അതായത് ചിലപ്പോൾ ആളായിട്ടുണ്ടാകും അവിടെ, പക്ഷേ ചിലതിന് ഒട്ടുമുക്കാലും ജോബുകൾക്ക് ആളായിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അവർ ഇവിടെ ഉള്ളവരെ മാത്രമേ പ്രിഫർ ചെയ്യുന്നുണ്ടാവുള്ളൂ. അതായത് ഇവിടെ ഉള്ള ആളുകൾക്ക് വിസിറ്റിംഗ് ഉള്ളവർക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ മുൻഗണന കൊടുക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയതിന് ശേഷം മാത്രം വിസിറ്റിംഗ് വിസ എടുത്ത് വരും. ഞാനിതെല്ലാം പറയുന്നത് എല്ലാം വള്ളി പുള്ളി തെറ്റാണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ ആരും വന്ന് ഇവിടെ കുടുങ്ങാതിരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ജോലി നിങ്ങൾക്ക് കിട്ടാണ്ടിരിക്കാൻ, വീണ്ടും വിസിറ്റിംഗ് പുതുക്കിക്കൊണ്ട് നിങ്ങളുടെ പൈസ കൂടുതൽ നഷ്ടപ്പെടാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, ബൈ, താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി ചോദിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും ജോലി കിട്ടട്ടെ. അതിനുവേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നമുക്ക് പ്രയത്നിക്കാം. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.